കനകമല മാർത്തോമാ തീർത്ഥാടന കേന്ദ്രം തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിക്ക് സമീപമുള്ള പ്രകൃതിരമണീയമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കനകമല കുരിശുമുടി. തുടക്കത്തിൽ വെറുമൊരു കുന്നായിരുന്ന ഈ സ്ഥലം പ്രാദേശിക ക്രൈസ്തവ വിശ്വാസികളുടെ ഇടപെടലിലൂടെ മാർത്തോമ തീർത്ഥാടന കേന്ദ്രമായി വികസിച്ചു. മലമുകളിലെ കുരിശും പാദുകങ്ങളും വണങ്ങുവാൻ നൂറുകണക്കിന് വിശ്വാസികളെ ഇവിടെ എത്തിച്ചേരാറുണ്ട്. 1940 മലമുകളിൽ പ്രകാശിക്കുന്ന ഒരു കുരിശും ഒരു പ്രഭാവലയവും അന്നത്തെ പേരാമ്പ്ര പള്ളി വികാരി വലിയ വീട്ടിൽ അന്തപ്പനച്ചൻ ദർശിച്ചു. കനകമല കുരിശുമുടി കയറുന്നതിന് മുൻപ് ആദ്യമേ തന്നെ നമ്മൾ ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കും. പള്ളിയുടെ തൊട്ട് പുറകിലായിട്ട് പ്രാരംഭ സ്ഥലമായിട്ട് കൊടുത്തിട്ടുണ്ട് ഈശോ ഗെത്സമനിൽ പ്രാർത്ഥിക്കുന്ന ഒരു രൂപം. കുരിശിൻ്റെ വഴി ചൊല്ലി പിന്നെ നമ്മൾ മുന്നോട്ട് പോകുകയാണ്. വലിയ വീതിയൊന്നുമില്ലാത്ത ഒരു ചെറിയൊരു വഴിയിലൂടെയാണ് നമ്മൾ നടന്ന് നീങ്ങുക. 1942 കുരിശുമുടിയിൽ 14 മരക്കുരിശുകൾ സ്ഥാപിച്ച് കുരിശിൻ്റെ വഴിയൊരുക്കി. സമുദ്രനിരപ്പിൽ നിന്നും 1000 അടി ഉയരത്തിലാണ് ഈ മല സ്ഥിതി ചെയ്യുന്നത്. നിരവധി തീർത്ഥാടകർ പ്രാർത്ഥനയ്ക്കും വഴിപാടുകളുമായി മല കയറുന്നുണ്ട്. കുന്നിൻ്റെ ഭൂരിഭാഗവും വനത്താൽ മൂടപ്പെട്ടിരിക്കുന്നു. 1962 ബഹുമാനപ്പെട്ട ആന്റണി ചിറയത്തച്ചൻ കപ്പേളയുടെ ശിലാസ്ഥാപനം നിർവഹിച്ചു. 1965 മെയ് 5 തൃശൂർ രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ സക്രിയാസ് വാഴപ്പള്ളി കുരിശുമുടിയിൽ പ്രഥമ ദിവ്യബലി അർപ്പിച്ചു. 2001 ബഹുമാനപ്പെട്ട ജോസ് കുറ്റിക്കാട്ടച്ചൻ്റെ നേതൃത്വത്തിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസ പ്രാർത്ഥന ആരംഭിച്ചു. അങ്ങനെ 2004 നോമ്പുകാലത്ത് വെള്ളിയാഴ്ചകളിൽ കുരിശുമുടിയിൽ ദിവ്യബലിയും ആരംഭിച്ചു. 2007 ഫെബ്രുവരി മുതൽ അടിവാരം പള്ളിയിൽ തീർത്ഥാടകർക്കായി നേർച്ചക്കഞ്ഞിയും ആരംഭിച്ചു. 2007 ഏപ്രിൽ 7 കുരിശുമുടിയിൽ വിശുദ്ധ തോമാസ് ലീഹായുടെ തിരുശേഷിപ്പ് പ്രതിഷ്ഠിച്ചു. ഇത് ഏറ്റവും മുകളിൽ ഒരു ചെറിയ കപ്പേളയുടെ ഉള്ളിൽ നമുക്ക് ആ തിരുശേഷിപ്പ് കാണുവാനായിട്ട് സാധിക്കും. 2014 ഇരിഞ്ഞാലക്കുട രൂപത മെത്രാൻ അഭിവന്ദ്യ മാർ പോൾ കണ്ണുക്കാടൻ കനകമല കുരിശുമുടിയെ രൂപതയുടെ ഔദ്യോഗിക തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. അധികം വീതിയില്ലാത്ത ഒരു സ്ഥലമായതുകൊണ്ട് ഒരുപാട് ജനങ്ങൾ ഒന്നിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും ഇറങ്ങുവാനും കയറുവാനും നമുക്ക് ഒരു ബുദ്ധിമുട്ട് അവിടെ അനുഭവപ്പെടും. മുകളിലോട്ട് കുരിശുമായിട്ട് കടന്നു വരുന്ന ഒരുപാട് വ്യക്തികളും അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മലയാറ്റൂർ കുരിശുമുടിയിലെ പോലെ ഒരുപാട് ജനങ്ങൾക്ക് ഒന്നിച്ചു നിൽക്കുവാനുള്ള സൗകര്യം ഇവിടെ നമുക്കില്ല. ഇതാണ് ഏറ്റവും മുകളിൽ ഉള്ള ആ കപ്പേള. ചെല്ലുമ്പോൾ തന്നെ മാർ തോമാസ് ലീഹയുടെ ഒരു രൂപം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അവിടെ മാല ചാർത്തുവാനുള്ള സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയാണ് മാർ തോമാസ് ലീഹയുടെ തിരുശേഷിപ്പ് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സ്ഥലം. മുകളിൽ നിന്നും നമ്മൾ നോക്കുമ്പോൾ തികച്ചും നമ്മുടെ കണ്ണുകൾക്ക് കുളിർമയേകുന്ന ഒരുപാട് നല്ല കാഴ്ചകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആകെ ഏറ്റവും മുകളിലുള്ള ഒരു ചെറിയൊരു കടയാണ് അത്. അവിടെ നിന്നാണ് നമുക്ക് വെള്ളവും മറ്റുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും മേടിക്കുവാനായിട്ട് സാധിക്കുക. എല്ലാവരും വരേണ്ടതും കാണേണ്ടതുമായ ഒരു വിശുദ്ധ സ്ഥലം തന്നെയാണ് ഈ കനകമല തീർത്ഥാടന കേന്ദ്രം. നമ്മൾ കർത്താവിന് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച് സമയം മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുത്തരം ദൈവം നൽകും. അതുകൊണ്ട് മറക്കാതിരിക്കുക. തീർച്ചയായിട്ടും ഈ കുരിശുമുടിയിലേക്ക് കടന്നു വരുവാനും പ്രാർത്ഥിക്കുവാനും പരിശ്രമിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.